തണുപ്പിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഓൾ സെറ്റ്. എന്നാ ഇങ്ങനെ മേലേക്ക് കയറിയാലോ? ഫുഡ് വിശക്കണമൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി, നല്ല ട്രാഫിക്. അപ്പം അങ്ങനെ നമ്മളിതേ മാരിയോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം സ്ഥലം. നമ്മളിവിടെ ഹൗസ് വാമിങ് വെച്ചതും ഓണം സെലിബ്രേഷനൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിന്നർ ഇവിടെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ കാലമായി വന്നിട്ടല്ലേ, ഒരു 4-5 മാസമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ. ഇതേ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലല്ല, നമ്മൾ മുംബൈയിൽ തന്നെയാണ്. ഇത് നോക്കി ഫുള്ളൊരു കേരള വൈബ് അല്ലേ. ഇന്ന് നമ്മൾ ഡിന്നറിന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അവസാനം സൗത്ത് ഇന്ത്യൻ ഫുഡിനോടാണ് ഒരു പ്രത്യേക തരം ആക്രാന്തം. അപ്പോൾ എല്ലാ വെനസ്ഡേയും നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെ ഉണ്ട്. ഫുഡും കാര്യങ്ങളും അതേപോലെ കോണ്ടിനെൻ്റലും എല്ലാതും ഉണ്ട്, നോർത്ത് ഇന്ത്യനും എല്ലാതും ഉണ്ട്. പക്ഷേ സ്പെഷ്യലായിട്ട് എവറി വെനസ്ഡേ ആണ് സൗത്ത് ഇന്ത്യൻ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓണം വന്ന പോലെ ഒരു ഫീൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമ്മുടെ നാടെത്തിയ പോലെ, കേരളത്തിലെത്തിയ പോലെ, അല്ലെങ്കിൽ സൗത്തിലെത്തിയ പോലെ ഒരു ഫീലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് ചുമ്മാ ഒന്നിങ്ങനെ നോക്കാം എന്തൊക്കെയുള്ളത്. കയറി വന്ന ഉടനെ എപ്പോഴത്തെയും പോലെ തന്നെ ചാട്സ് ഉണ്ട് കേട്ടോ. ചാട്ടിൽ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങളും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദഹിവട, പാനിപൂരി, സേവ് പൂരി. ആദ്യം നമുക്ക് സ്റ്റാർട്ടറിന് പകരം ചാട്സും തുടങ്ങാം. ചിലപ്പോൾ ഇതോടുകൂടി എൻ്റെ വിശപ്പ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഈ പാനിപ്പൂരിയൊക്കെ കണ്ടിട്ട് എങ്ങനെ, സമോസ, ആലു ടിക്കി, ബജ്ജി, സേവ് പൂരി, ദഹിവട, ഇത് മാത്രം മതി ശരിക്കും. സൂപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റ് ആയ കാരണം രസം, സൂപ്പ് പോലെ രസം, ടൊമാറ്റോ രസം. ഇത് നല്ല ഇങ്ങനെ ചോറും ഉണ്ടെന്ന് പറഞ്ഞു. നല്ല രസം കഴിച്ചാലോ. ആക്ച്വലി നമ്മളിങ്ങനെ വിചാരിക്കുകയും എന്തിനാ നമ്മളിങ്ങനെ എന്നും നമ്മൾ വീട്ടിലിങ്ങനത്തെ ഫുഡല്ലേ ഉണ്ടാക്കണം, പിന്നെ എന്താ ഈ പുറത്ത് താമസിക്കുന്നവർക്ക് ഈ സൗത്ത് ഇന്ത്യൻ ഫുഡിനോടൊരു ആക്രാന്തം ചോദിച്ചാൽ നമ്മൾ എന്നും വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കണത്. പക്ഷേ എന്നാലും നമുക്ക് ഈ സൗത്ത് ഇന്ത്യൻ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലെ നാട്ടിൽ കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകൾ ഇവിടെ വളരെ കുറവാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഫുഡ് കിട്ടുമ്പോൾ ഇപ്പോൾ ഈ പൊറോട്ട അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ക്രേവിങ് ആണ്. അതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നത് കേട്ടോ. പ്ലസ് ഇതിൽ വരുമ്പോൾ എന്താ ഒരു ഗുണച്ചാൽ കൂടെ നമുക്ക് നോർത്ത് ഇന്ത്യനും കോണ്ടിനെൻ്റലും ഒക്കെ കഴിക്കാം. ദേ ബ്രെഡും കാര്യങ്ങളും, ടൊമാറ്റോ രസം, നമ്മുടെ സാദാ പപ്പടം, അപ്പളം. കേരള ഫുഡ് മാത്രമല്ല, കേരള എന്നുള്ളതല്ല കേട്ടോ, തമിഴ്നാട് എല്ലാം, മാംഗ്ലൂർ എല്ലാം മിക്സാണ്. ഇവിടെ എന്താ അടിപൊളി ആംബിയൻസാണ് നോക്കിയാൽ. നമ്മുടെ ശർക്കരപ്പേരിയും കായവറുത്തൊക്കെ വെച്ചിരിക്കുന്നത് നോക്കിയേ. അതേപോലെ കുമ്പളങ്ങ എന്ത് ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. ഫുൾ അടിപൊളി ചിക്കനും പനീറും സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെ നമ്മുടെ കായ ബജ്ജി. ഇവർ ബനാന ഫ്രിട്ടേഴ്സ് എന്ന് പറഞ്ഞു. നമ്മുടെ കായ ബജ്ജി ഉണ്ട്, പിന്നെ പരിപ്പ് വട, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുളിയിഞ്ചി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല ചോറ് കൂട്ടി കഴിക്കാം. ചോറും രസവും പുളിയിഞ്ചിയൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട്. വേറെയും കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. നല്ല ചിക്കൻ കുറുമ, നല്ല ചട്ടിയിലൊക്കെ വെച്ച് അടിപൊളി. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, മട്ടൻ ഉണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻ മട്ടനും കൂടെ ഉണ്ട്. ഞാനിന്ന് പൊറോട്ട വിത്ത് അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. മട്ടൻ കുറേ കാലമായി. പിന്നെ ലൈവ് ദോശ കൗണ്ടറാണിത്. 4 ടൈപ്പ് ഓഫ് ദോശ ഉണ്ട്. അപ്പം നമുക്ക് ദോശ എന്നൊന്നും പറയണ്ട, ദോശ. 4 ടൈപ്പ് ഓഫ് ദോശ ഉണ്ട്. അപ്പം നമുക്കത് കിട്ടും കേട്ടോ. നല്ല തേങ്ങ അരച്ച് വെച്ച അയിലക്കറി ഉണ്ട്. നല്ല പുളിയുടെ മണം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 4 ടൈപ്പ് ഓഫ് ദോശയ്ക്ക് പുറമെ നമ്മുടെ സ്പെഷ്യൽ മലബാർ പൊറോട്ട, അതാണ് നമ്മളെ മെയിൻ വന്നത്. മലബാർ പൊറോട്ടയും വെജ് സ്റ്റൂ ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഈ സ്റ്റൂവിൻ്റെ കൂടെ അപ്പം, പിന്നെ അവരുടെ സ്പെഷ്യൽ ചട്നിയും കാര്യങ്ങളും. ഞാൻ ഇന്ന് ട്രൈ ചെയ്യണത് ഈ പൊറോട്ടയും മട്ടൻ ഗീ റോസ്റ്റുമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മട്ടൻ ഗീ റോസ്റ്റ്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദേ നമ്മുടെ പരിപ്പ് വട, ബോണ്ട, മുളക് ബജ്ജി, ഏതെന്ന് തുടങ്ങണം എന്നാണ്. പുളിയിഞ്ചിയും മുളക് ബജ്ജി എങ്ങനെ ഉണ്ടാവും. ചിക്കനും ആക്ച്വലി ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ വിങ്സും പുളിയിഞ്ചി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ. അവൾ ഈ പംകിൻ കറി ലീഫ് സാലഡ് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി. ഇവിടെ നമ്മുടെ പൊറോട്ട കണ്ടെന്ന് വെച്ചിട്ട് മലബാർ പൊറോട്ട, മട്ടൻ റോസ്റ്റ്, അയിലക്കറി, ചിക്കൻ സ്റ്റൂ. പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. പൊറോട്ടയുടെ കൂടെ ഏറ്റവും ടേസ്റ്റ് എന്താ പറയുക, ഫിഷ് കറി. ഇല്ല, രമേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് കറി. പൊറോട്ട വിത്ത് ഫിഷ് കറി.
അടിപൊളി. കാരണം പുളിയുള്ള ആ ഒരു ഫിഷ് കറി വിത്ത് പൊറോട്ട അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. ചിക്കൻ സ്റ്റൂ ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെ ടേസ്റ്റ്. ചിക്കൻ സ്റ്റൂ അടിപൊളി കേട്ടോ. ശരിക്കും ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നല്ല റിച്ച് തേങ്ങാപ്പാലിൽ ഉള്ള ചിക്കൻ സ്റ്റൂ. ദോശയും ചിക്കനും നല്ല ടേസ്റ്റാണ്. ദോശ വാങ്ങിയാലോ? അവിടെ ലൈവ് കൗണ്ടർ ഉണ്ട്, അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാലോ. എൻ്റെ പോയിട്ട് മേടിച്ചോളൂ. മട്ടൻ നോക്കട്ടെ കേട്ടോ. ഞാൻ മട്ടനും വിത്ത് പൊറോട്ടയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഫിഷ് കണ്ടപ്പോൾ എൻ്റെ ഇത് അതിലേക്ക് പോയി. മട്ടൻ ഗീ റോസ്റ്റ് സൂപ്പ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് ടേസ്റ്റ് ഇങ്ങനെ പറ. ഞാൻ കേട്ടിരിക്കാം. ഞാൻ ഇതിൽ എന്തെങ്കിലും ചിക്കൻ്റെ 1-2 ഐറ്റം മാത്രമേ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നുള്ളൂ. മട്ടൻ അടിപൊളി. അതെ, എന്നാൽ മട്ടൺ ട്രൈ ചെയ്യാം. ഒരു നോർമൽ എല്ലാം നോർമൽ സ്പൈസി ആയിരിക്കും. ഭയങ്കര എരിവ്, ഭയങ്കര മസാല ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു മിതമായ അളവിലാണ്. ആക്ച്വലി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. എനിക്ക് പൊതുവേ ഭയങ്കര എരിവ് തീരെ പറ്റില്ല, അതിൻ്റെ ടേസ്റ്റ് കളയണ പോലെ. ഇത് എല്ലാം ഒരു മിതമായ ടേസ്റ്റാണ്, അതാണ് എനിക്കിഷ്ടം. മെത്തുക്കുട്ടി എടുത്തത് ഫുള്ള് പാസ്ത അങ്ങനത്തെ സാധനങ്ങളാണ്. മിത്ത് പറയുന്നത് ഇതൊക്കെ എനിക്ക് എപ്പോഴും കഴിക്കണമെന്നല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാതും ഉള്ളതുകൊണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും വെനസ്ഡേ വന്നാൽ കഴിക്കാം, അല്ലാതെ വെറും ഈ സൗത്ത് ഇന്ത്യൻ മാത്രമല്ല. ഇനിയിപ്പോൾ മെയിൻ സെക്ഷൻ കിടക്കണേ ഉള്ളൂ, ഡെസേർട്ട്. അതിൻ്റെ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ശരിയാ, ഡെസേർട്ടായോ? സ്റ്റാർട്ടർ ഇവിടെ. മനുഷ്യരുടെ പാവം വീഡിയോ ഒക്കെ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തുടങ്ങണേ ഉള്ളൂ. അതെ, ഓഫീസിൽ നിന്ന് നേരെ വരുന്ന വഴിയാണ്. ഇത് നെറൂളിലുള്ള കോട്ടയാട് ബൈ മാരിയോട്ടാണ്. അല്ലെങ്കിൽ ദോശയുടെ കൂടെ കഴിഞ്ഞ മറ്റാൾ പിന്നെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ബോണ്ടാന്ന് വിചാരിച്ചു. ഹെവി ആവുന്നു, വളരെ സോഫ്റ്റ് ആയിട്ട്. മൈസൂർ ബോണ്ട, ചിക്കൻ സ്റ്റൂ ഇല്ലേ എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഞാനത് അതിൻ്റെ ടേസ്റ്റ് കാരണമല്ലേ ഞാൻ സ്വപ്നോട് പറഞ്ഞു ഒരു ദോശ ഓർഡർ ചെയ്യായിരുന്നു. കാരണം എന്താ ടേസ്റ്റ് വരും അല്ലേ ചിക്കൻ സ്റ്റൂ. അപ്പത്തിൻ്റെ കൂടെ വേറെ ലെവലാവും. ഏറ്റവും ഇഷ്ടമായത് ഈ കുരുത്തോല തൂക്കിയതാ അല്ലേ. കുരുത്തോലൊക്കെ അവിടെ തൂക്കിയിട്ടിട്ട് സൗത്ത് ഇന്ത്യൻ ആ ഒരു ഫീൽ ഇത് എന്തോ വരുന്നു. ഇതാണ് നമ്മുടെ ദോശ എത്തിയോ. ഓ, ഇതൊന്ന് പ്ലെയിൻ ദോശ, പൊടി പൊടി പൊടി. ഇതൊന്ന് ഇഷ്ടു കൂട്ടി കഴിക്കണം. അത് പൊടി ദോശ വന്ന്, അതായത് 4 വെറൈറ്റി ദോശ ഉണ്ട്. സാദാ ദോശ, പൊടി ദോശ, മസാല ദോശ, മൈസൂർ മസാല ദോശ, മൈസൂർ പൊടി മസാല ദോശ. അപ്പം 4 അതിൽ കൂടുതലുണ്ട്. ഊത്തപ്പം ഇത്രയുണ്ട്. അപ്പം രംഷേട്ടന് ഈ ചിക്കൻ സ്റ്റൂ ദോശ ഇഡ്ഡലിയും കൂടി കഴിക്കാൻ നല്ല റെസിപ്പി പറഞ്ഞാല് റിച്ച് തേങ്ങാപ്പാലും റിച്ച് കാഷ്യൂ ഇട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ഒഴിക്കണ്ടല്ലോ വിചാരിച്ചൊന്ന് പിശുക്കും, ഇത്രയും അണ്ടിപ്പരിപ്പ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്ന് പിശുക്കും. 5 സ്റ്റാർ ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇത് പൊടി ദോശയാണ്. പൊടി ദോശ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു പൊടി ദോശയും പറഞ്ഞു രംഷേട്ടന് സാദാ ദോശ അതിൻ്റെ കൂടെ കഴിക്കാൻ. ഹായ് ഹായ്. അവർ ചോദിച്ചു പൊടി മസാല ദോശ വേണം. മസാല ദോശ രാത്രി കഴിച്ചാൽ ശരിയല്ല. സാദാ ദോശ ദോശ കിട്ടാത്തതാണോ വിചാരിക്കും ദോശ ഉണ്ടെങ്കിൽ. പക്ഷെ ഈ ഇഷ്ടുവിന്റെ ഒരു ടേസ്റ്റ് കാരണം അതങ്ങോട്ട് മുഴുവനാവണം എന്നുണ്ടെങ്കിൽ ദോശ വെച്ചിട്ട് തന്നെ ഒന്ന് കഴിക്കണം. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. മിത്തുകുട്ടി ഇങ്ങനത്തെ ഒന്നും കൊടുത്തില്ല. മിത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കില്ല. മിത്ത് ഫുള്ള് കോണ്ടിനെന്റൽ പാസ്ത, കുറെ ഡെസേർട്സ്, കുറെ അടിപൊളി സ്റ്റാർട്ടേഴ്സ് അല്ലേ. മിത്ത് പറയാ ഈ പാസ്തയും ഇങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ ആരെങ്കിലും ഇതൊക്കെ കഴിക്കുമെന്ന്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചു വന്നു. എനിക്ക് എവിടെ വന്നാലും ഞാൻ പക്ഷെ എല്ലാം ട്രൈ ചെയ്തു കേട്ടോ. പേരിനെങ്കിലും ഞാനൊരു ഭാഗം. പക്ഷെ ചാറ്റ്സ് ഒന്നും തൊട്ടില്ല. പാനിപ്പൂരി അത് ഞാൻ പറയാം. ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും, ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്, എപ്പോൾ വന്നാലും ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്ന ഒരു സാധനം പാനിപ്പൂരിയാണ്. എനിക്ക് എന്താ അറിയില്ല, ഇവരുടെ ആ ഒരു സോസ്, അതായത് ആ ഒരു ഗ്രീൻ ചട്നിയും അതേപോലെ തന്നെ മറ്റേതും രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇംലിയുടെ അതെ. അങ്ങനെ ഞാൻ എൻ്റെ ഡെസേർട്ടിലേക്ക് കടന്നു. ഇതിലൊരു 10% ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ കേക്കുകളുണ്ട്. ഞാൻ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത, ഒരു സ്പെഷ്യൽ പായസം ഇനിയൊന്ന് ഉണ്ടാക്കി വെക്കണം. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പല്ലേ, ചെറുപയർ പരിപ്പും സാഗവും കൂടിയിട്ടുള്ള പായസം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ ഒരു സ്പെഷ്യൽ പായസമായിട്ട് ഉണ്ടാക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ കോട്ട അവസാനിച്ചിരിക്കുന്നു. എല്ലാതും
ടേസ്റ്റ് നോക്കിയിട്ടില്ല. സാലഡ്സിൻ്റെ സെക്ഷൻ പോയിട്ടില്ല, ചാറ്റ്സിൻ്റെ സെക്ഷൻ പോയിട്ടില്ല. ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങളുടെ വർക്കൗട്ടിലേക്ക് ഒന്ന് റെഡി ആയി വരും, അതുകൊണ്ട് എനിക്ക് അധികം കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഉള്ളതൊക്കെ നല്ല മോശമാക്കിയിട്ടില്ല. അതെ, ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഓരോ കഷ്ണമെങ്കിലും എടുത്തിട്ട് കുറേ വാരി വലിച്ചെടുക്കാതെ അങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ഡെസേർട്ടും സ്റ്റാർട്ടറുമാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുള്ളത്. പാസ്ത അങ്ങനത്തെ ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് പിന്നെയും സൗത്ത് ഇന്ത്യൻ വെള്ളപ്പം, ഒരാള് എന്താണത് എന്തെടുത്തിട്ടാ വരുന്നത്, സേവ് പൂരി. മിത്തുവിന് ചാറ്റ്സിൻ്റെ ആളാ മിത്തു. പാനിപൂരി, സേവ് പൂരി, ബേൽപൂരി ഉണ്ട് അവിടെ, ടിക്ക ഉണ്ട്. അപ്പം മിത്തു അതൊക്കെയാണ് മിത്തു ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിക്കണില്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ് ഫുള്ളായ പോലെ. ഈ ഒരു മഡ് പൈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുഡിങ്, മഡ് പൈ പുഡിങ് അല്ലേ, അത് നല്ല സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കേ ഇഷ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടാവില്ല. കാരണം ഹെവി ഡാർക്ക് കിക്കാവണ ചോക്ലേറ്റ് ആണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്. ചേട്ടൻ കഴിച്ചില്ല. പക്ഷേ ഈ പായസം അതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ഓണത്തിന് വെക്കാൻ തോന്നുക. കാരണം അങ്ങനെ കഴിച്ചിട്ടില്ല. ഈ ഒരു ചെറുപയറും പരിപ്പും നമ്മുടെ സാബുദാനയും കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മധുരം അധികം ഇല്ലാത്തതുകൊണ്ടേ നല്ല സുഖമുള്ള പായസം എന്ന് പറയില്ലേ, ഇങ്ങനെ മധുരമിട്ട് വെറുപ്പിക്കാത്ത, അങ്ങനെ ഇനി വേണമെങ്കിൽ കഴിക്കാം. ലൈറ്റായിട്ടുള്ള പായസം നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി പായസം. എന്നും കഴിച്ചു മടുക്കുന്ന പായസത്തിന് ഒരു വെറൈറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഡിന്നർ കഴിഞ്ഞ് നമ്മളിതേ പുറത്ത് നല്ല മഴ, നല്ല റിസൾട്ട്. ഈ മഴ ഇങ്ങനെ നോക്കി സത്യം പറഞ്ഞാൽ നല്ല പുറത്തും നല്ല തണുപ്പ്, അകത്ത് അതിനേക്കാളും തണുപ്പ്. ഇപ്പോൾ സമയം 9:30. നമ്മൾ 7:30 വന്നതാണ്. ഇനി നമുക്ക് മെല്ലെ നടക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമുക്കൊരു എനർജിയാണ് വർക്കൗട്ട് ചെയ്യാൻ. അല്ല, ഇനി ഒന്ന് മെലിയണം. ഒരു 4 മാസം 5 മാസം ഗ്യാപ്പ് തരും ഒന്ന് റെഡി ആവാനുണ്ട്. മിത്തുവിൻ്റെ എക്സാംസ് ഒക്കെ വരാറായി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പണ്ടത്തെ പോലെ പോകാൻ പറ്റില്ല. എന്നും ട്യൂഷനും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഒരു സാറ്റർഡേ സൺഡേ പോലും ലീവില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ക്ലാസ് മിസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതും നടക്കില്ല. അതായത് നമ്മുടെ വണ്ടി വന്നു.